ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത് നമ്മളെല്ലാവരും വിദ്യാഭ്യാസം നേടുന്ന വ്യക്തികളാണ് അല്ലേ. ഇനി നമ്മളെ ഡിഗ്രി പഠനം പൂർത്തിയായതിനു ശേഷം നമുക്ക് PG പഠിക്കണം. സോ ഓക്കെ, അപ്പോൾ നമ്മളിപ്പം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ UG പഠനം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി PG ചെയ്യാൻ ചിലപ്പം 4 years അല്ലെങ്കിൽ 5 years അല്ലെങ്കിൽ 2 years അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലായി ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും. സോ അപ്പം നമ്മളങ്ങനെ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കുകയും സെൻറ്ററിൽ പോയി പരീക്ഷ എഴുതുന്ന രീതി, അതായത് മീൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ട് നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി തപ്പി നടക്കുന്ന വ്യക്തികളായിരിക്കും അല്ലേ. എന്നാൽ അതിലൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ കാലത്ത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കുഴപ്പമില്ല. 5 വർഷം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് 100% ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു. ഇപ്പം പല യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ നമുക്ക് ഒരു രജിസ്ട്രേഷൻ, അതായത് അവിടെ ഒരു അഡ്മിഷൻ എങ്ങനെ നമുക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, അതായത് ഈ ഒരു PG പഠനം താല്പര്യപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തുടർന്ന്, അതായത് ഈ ഒരു നമ്മളെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് തുടർന്നുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ വഴി തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോക്ക് ജസ്റ്റ് ലൈക്കും കൂടിയും ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് വഴി ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണം. കാരണം നമ്മളൊരു രജിസ്ട്രേഷൻ ആണ്. സോ ഇതിൻ്റെ എമൗണ്ട് വരുന്നതും ഫീസ് അടക്കുന്ന രൂപവും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്ഷമയോടെ കണ്ടതിന് ശേഷം മാത്രം. സോ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇഗ്നോൻ്റെ വേറെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ഹെയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്നതിന് താഴത്തായിട്ട് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഇതിൽ അഡ്മിഷനിൽ എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ജസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വിസിബിൾ ആവാൻ വേണ്ടി ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡെസ്ക്ടോപ്പിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നാലും വലിയൊരു മാറ്റം കാര്യങ്ങളൊന്നുമില്ല. സോ ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷന് താഴത്തായിട്ട് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒരു യൂസർ നെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഇമെയിൽ അഡ്രസ്സ് ആയിട്ട് ഒന്നും കൂടി താഴത്തായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. സോ മിനിമം 6 ക്യാരക്ടേഴ്സ് ആണ് പാസ്വേഡിന് വേണ്ടത്. ആ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ക്യാപ്ച നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴത്തുള്ള ബോക്സിൽ ആ ക്യാപ്ച തെറ്റാതെ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇത്രയും സിമ്പിളായി കൊണ്ട് തന്നെ നമുക്ക് ഈ രജിസ്ട്രേഷൻ ഫോർമേഷൻ ആദ്യം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട യൂസർ നെയിമും അതുപോലെ തന്നെ നമ്മളെ പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മറക്കാത്ത ഒരു പാസ്വേഡ് യൂസർ നെയിം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഫുൾ നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡിലും അതുപോലെ തന്നെ SLC ബുക്കിലേക്കുള്ള അതേ നെയിം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണോ നമ്മളുടെ നെയിം, സോ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ ഈ യൂസർ നെയിം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അത് ഓൾറെഡി ആരെങ്കിലും എടുത്തു പോയിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഗ്രീൻ മാർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ യൂസർ നെയിം സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഞാൻ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി സക്സസ്ഫുൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴത്തോട്ട് തന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ആ യൂസർ നെയിമും പാസ്വേഡും പിന്നെ ഈ ഇടതുവശത്ത് താഴത്തായിട്ട് കാണുന്ന ഈ ഒരു ക്യാപ്ച നിങ്ങൾ വലതു ഭാഗത്തെ ആ ഒരു ബോക്സിലേക്ക് തെറ്റാതെ കറക്റ്റായിട്ട് നോക്കി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിനു ശേഷം താഴത്ത് കാണുന്ന ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഫോർഗെറ്റ് പാസ്വേഡ് ഉണ്ട്, ഫോർഗെറ്റ് യൂസർ നെയിം ഉണ്ട്, അങ്ങനെ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ ഫോർഗെറ്റ് ചെയ്യാവുന്നതാണ്. യൂസർ നെയിം മറന്നു പോയാൽ ഫോർഗെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു സൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. സോ നമ്മൾ അതൊന്നും ജസ്റ്റ് നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് നോക്കി, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മനസ്സിലാവും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് താഴത്തായി കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക്, അതായത് ചെറിയൊരു സ്മോൾ ബോക്സ് ഇടതുവശത്തായി താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഈ അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളെ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ 200 KB അതുപോലെ തന്നെ 2 MB 1 MB ഒക്കെ ഉള്ള രീതിയിലൊക്കെ റീസൈസ് ചെയ്ത് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. സോ ഏതായാലും ഞാൻ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് റീസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ വഴിയെ പറഞ്ഞുതരാം. സോ ഓക്കെ, അപ്പോൾ ഈ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 8 സ്റ്റെപ്പാണ് നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 8 സ്റ്റെപ്പാണ് നമ്മൾ രജിസ്ട്രേഷൻ്റെ അഡ്മിഷന് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സോ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പിലാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൊരു പേജാണ്. ഇവിടെ ഫുൾ നെയിം ഓഫ് ദ ആപ്ലിക്കൻ്റ്, അതായത് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ഫുൾ നെയിമാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ SSLC ബുക്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റിലൊക്കെയുള്ള ഫുൾ നെയിം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മദറിൻ്റെ നെയിം, ഗാർഡിയൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. മീൻസ് ഫാദർ ആണെങ്കിൽ ഫാദർ സെലക്ട് ചെയ്ത് കൊടുക്കുക, മദർ ആണെങ്കിൽ മദർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഓക്കെ, അതുപോലെ തന്നെ ഗാർഡിയൻ്റെ നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, കാറ്റഗറി ഏതാണ് ചോദിക്കുന്നുണ്ട്. അതായത് ഞാനിവിടെ ഗാർഡിയൻ്റെ നെയിം ഗാർഡിയൻ ഫാദേഴ്സ് എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മദർ ആണെങ്കിൽ മദർ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഒരു കാറ്റഗറി എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് OBC ഉണ്ട്, SC ST OBC നോൺ ക്രീമി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ കാറ്റഗറി സോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെയുള്ള ജെൻഡറാണ്, ജെൻഡർ മെയിൽ ആണെങ്കിൽ മെയിൽ കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ കൊടുക്കുക. ഓക്കെ, പിന്നെ താഴത്തോട്ട് പോവുകയാണെങ്കിൽ സിറ്റിസൺഷിപ്പാണ് ചോദിക്കുന്നത്. ഇന്ത്യ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഏരിയ അത് കൊടുക്കുക. അതായത് മൈനോറിറ്റി ഏതാണ് ചോദിക്കുന്നുണ്ട്. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. മാരിറ്റൽ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ്, ഇമെയിൽ, അതുപോലെ തന്നെ അൾട്ടർനേറ്റ് ഇമെയിലും കൂടി കൊടുത്തത് നല്ലതായിരിക്കും. മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. സോ അൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ വേണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ അതർ ഡീറ്റെയിൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസേബിലിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഏതെങ്കിലും രീതിയിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെലക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അതൊക്കെ റിമൂവ് ചെയ്തോളൂ, അതൊന്നും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന സെക്ഷനിൽ മാത്രം ജസ്റ്റ് ഒന്നും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏരിയ റൂറലാണോ ഉർബനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, സിറ്റിയിലാണോ താമസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അധികം ആളുകളും റൂറലിൽ തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാറ്റഗറി ഉണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ തെറ്റാതെ കൊടുക്കുക. ഡിസേബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുത്തിട്ട് എന്താണോ അത് കൊടുത്താൽ മതി. സോ ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം താഴത്ത് കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അപ്പം ഇതുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓപ്ഷനിൽ, അതായത് ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻ്റെ ഒരു പ്രിവ്യൂ ആണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, പ്രീവിയസ് എന്ന ഭാഗത്ത് അല്ലെങ്കിൽ എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇല്ല, നിങ്ങൾക്കൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് നോക്കിയിട്ട് അടുത്ത പേജിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, പിന്നീട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ വഴി മെസ്സേജ് ചെയ്താൽ മതി. ഇൻസ്റ്റയുടെ ഐഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അടുത്ത നമുക്ക് പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഏത് കോഴ്സാണോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രോഗ്രാം ടൈപ്പ് ചോദിക്കുന്നുണ്ട്. മാസ്റ്റർ ആണെങ്കിൽ മാസ്റ്റർ കൊടുക്കുക, അതുപോലെ തന്നെ ഡിപ്ലോമ ബാച്ചിലർ ആണെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ മാസ്റ്റർ PGക്ക് അപ്ലൈ ആണ്. സോ മാസ്റ്റർ കൊടുക്കുക. അതിനുശേഷം മോഡ് ഓഫ് സ്റ്റഡി ODL തന്നെ ഇക്കാര്യം ഉണ്ടാകുക. പിന്നെ സെലക്ട് പ്രോഗ്രാം, അതായത് നിങ്ങൾ ഏത് കോഴ്സാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കോഴ്സ് നിങ്ങൾ ഇതിൽ നിന്ന് തപ്പിയെടുക്കുക. ഓക്കെ, തപ്പിയെടുത്തിട്ട് നിങ്ങളത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മാസ്റ്റർ ഓഫ് ആർട്സ് അറബിക്കിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ അത് കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ റീജിയൻ കോഡ് ഫോർ അഡ്മിഷൻ ആണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സെൻറ്റർ ഉണ്ടെങ്കിൽ, അതായത് ഇത് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്ക് വടകര അടുത്തുള്ളൊരു സെൻറ്റർ ആയിട്ടാണ്. കേരളത്തിൽ 3 സ്ഥലത്താണ്, എറണാകുളം, അതുപോലെ തന്നെ തിരുവനന്തപുരം, പിന്നെ ഒരു വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത്, 3 സ്ഥലത്താണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്, ഒറിജിനൽ സെൻറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മീഡിയം അറബിക്ക് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇഗ്നോ സ്റ്റുഡൻ്റ് ആണോ ചോദിക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി, ആണെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ പ്രീവിയസ് ആണ് ഈ കാണിക്കുന്നത്. സോ തെറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോവുക. തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എന്ന സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ PG ചെയ്യാനുള്ള എന്ത് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്കുള്ളതാണ് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ അറബിക്ക് ഉണ്ട്. സോ നിങ്ങൾ BA അറബിക്ക് പാസ്സായ വ്യക്തികളാണെങ്കിൽ ആ ഒരു കൊടുത്താൽ മതി. പിന്നെ ഇംഗ്ലീഷ്, പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ്, അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ലാംഗ്വേജുകളൊക്കെ ചോദിക്കുന്നത്. സോ ആ ലാംഗ്വേജ് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉള്ളതൊക്കെ അതർന്ന് കൊടുക്കുകയാണെങ്കിൽ അതറിൽ ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അറബിക്ക് ഇതിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ പാസ്സായ വർഷം ചോദിക്കുന്നുണ്ട്, ഡിവിഷൻ ചോദിക്കുന്നുണ്ട്. ഏത് ഫസ്റ്റ് ക്ലാസ്സിലാണോ, സെക്കൻഡ് ക്ലാസ് ആണോ, തേർഡ് ക്ലാസ് ആണോ, ഏത് രീതിയിലാണോ പാസ്സായിട്ടുള്ളത് കാര്യങ്ങളാണ്. സോ നമ്മൾ സെക്കൻഡാണ് കൊടുക്കുന്നത്. പിന്നെ മാർക്ക് ചോദിക്കുന്നുണ്ട്, അത് പെർസെൻറ്റേജ് ആണ്. സോ സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജാണ് നിങ്ങൾക്ക് മാർക്ക്, അത് നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോർഡ് കോഡാണ് ചോദിക്കുന്നത്. ഓക്കെ, ബോർഡ് കോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബോർഡ് കോഡ് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ നോട്ട് ലിസ്റ്റഡ് താഴത്തായിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ച വ്യക്തികളാണെങ്കിൽ അവർക്ക് മാത്രമേ ഉള്ളൂ ബോർഡ് കോഡ് ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നോട്ട് ലിസ്റ്റഡ് ഇൻ ദിസ് ലിസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ പഠിച്ചത് യൂണിവേഴ്സിറ്റിയുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ബോർഡ് റോൾ നമ്പറാണ് ചോദിക്കുന്നത്. അതായത് യൂണിവേഴ്സിറ്റി എൻറോൾമെൻറ്റ് നമ്പറാണ് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ കാണാൻ സാധിക്കും ഒരു നമ്പർ. ആ നമ്പറാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് NAD യൂസർ നെയിം, അതൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, NAD സർട്ടിഫിക്കറ്റ് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു, കുഴപ്പമില്ല. സോ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ ഇഗ്നോ സ്റ്റുഡൻസ് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് നാലാമത്തെ ഒരു ഓപ്ഷനിലോട്ട് വന്നിട്ടുണ്ട്. കോഴ്സ് സെലക്ഷൻ ഫോർ MMA അറബിക് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ആർട്സ് അറബിക്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ നമ്മളെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. സബ്ജക്റ്റ് മീൻസ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മറ്റേ ആധാർ കാർഡിലുള്ള അതുപോലെ തന്നെ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് ലൈൻ 1 ഉണ്ട്, 2 ഉണ്ട്, ആ കറക്റ്റ് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സിറ്റി നെയിം ഏതാണോ അത് സെറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പിൻ കോഡ് കൊടുക്കുക. പിന്നെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാരണം ഈ അഡ്രസ്സ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബുക്ക് പോസ്റ്റ് വഴിയായിരിക്കും അയക്കുക, ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. സോ ഓക്കെ, അപ്പം ആ ഒരു പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റുള്ള അഡ്രസ്സും കാര്യങ്ങളും തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ഞാനിവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ശേഷം താഴത്ത് കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരുന്നത് നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്യാണ്ട്, സിഗ്നേച്ചർ ആഡ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ മാട്രിക്കുലേഷൻ മാർക്ക് ഷീറ്റ് ഓർ സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ SLC പാസ്സായിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ആണ് മാട്രിക്കുലേഷൻ മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ് ഓഫ് ഗാർഡന്, ഇതൊന്നും താഴത്തോട്ട് വരുന്നതൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ചോദിക്കുന്ന മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, കാറ്റഗറി ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടുതൽ ഉള്ള ഓപ്ഷൻസാണ് ഇവിടെ താഴത്തുള്ളത്. ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യത്തെ നിങ്ങളെ ഫോട്ടോ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ SLC ബുക്കിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യണം. പിന്നെ നിങ്ങളെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഗ്രേഡ് കാർഡ്, ഈ ഗ്രേഡ് കാർഡും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഗ്രേഡ് കാർഡ് നമ്മൾ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. കാരണം 2 ഭാഗത്തും ഉണ്ടാകും നമ്മൾ മാർക്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ഏതാണ് ആ ഒരു ഫോട്ടോ നിങ്ങൾ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സെലക്ട് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പം നമുക്ക് 100 KB ആണ് നമ്മുടെ മാക്സിമം ഫയൽ സൈസ് വരുന്നത്. അതായത് 10 KB to 100 KB. അപ്പം നമ്മളെടുക്കുന്ന ഫോട്ടോ ഒക്കെ ഓൾമോസ്റ്റ് ഒരു 5 MB അല്ലെങ്കിൽ 6 MB ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് റീസൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇമേജ് റീസൈസർ എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഇമേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് താഴത്തായിട്ട് ഇടതുവശത്തായിട്ട് റീസൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. തൊട്ട് പുറത്ത് ക്രോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലിപ്പ് ആൻഡ് റൊട്ടേറ്റ് എന്നൊരു ഓപ്ഷനും കൂടി കാണാൻ സാധിക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് റീസൈസ് എന്ന ഭാഗത്താണ്. റീസൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ടാർഗറ്റ് ഫയൽ സൈസ് നമുക്ക് എത്രയാണോ 100 KB ആണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 100 എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 100 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വലത് ഭാഗത്തായിട്ട് KB എന്നുള്ള സെക്ഷൻ കാണാൻ സാധിക്കും. അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ KBയിൽ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ സേവ് ചെയ്യേണ്ടത് JPGയിലാണ് കേട്ടോ. JPG ആക്കിയിട്ട് റീസൈസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഫോട്ടോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഡൗൺലോഡ് ഇമേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മളെ ഫോട്ടോ ഇവിടെ ഡൗൺലോഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മളുടെ വെബ്സൈറ്റിലോട്ട് തന്നെ വരിക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇവിടേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം സെലക്ട് ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോട്ടോ നമ്മളെ ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ 100 KBയുടെ മുകളിലുള്ള ഫോട്ടോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെ നിങ്ങൾ സിഗ്നേച്ചറും ആഡ് ചെയ്യണം. സിഗ്നേച്ചറിൻ്റെ സൈസ് വരുന്നതും 100 KB ആണ് കേട്ടോ. ഓക്കെ, പിന്നെയായിട്ടുള്ളത് മാർട്ടിക്കുലേഷൻ മാർക്ക് ഷീറ്റ്. അത് 200 KB ആണ് വരുന്നത്. അതും നിങ്ങൾ ഇതുപോലെ തന്നെ റീസൈസ് ചെയ്യുക. എല്ലാ ഫോട്ടോയും ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ റീസൈസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ് ഓഫ് ഗ്രാജുവേഷൻ്റെ മാർക്ക് ഷീറ്റും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് 2 പുറം ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മാർക്ക് ഷീറ്റ് PDF ഫോർമാറ്റിലേക്ക് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് ഞാൻ കാണിച്ചു തരാം. PDF ആക്കിയ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അവിടെ ഗൂഗിളിൽ കയറിയിട്ട് ഇമേജ് ടു
PDF എന്ന് പറഞ്ഞിട്ട് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരു വെബ്സൈറ്റ്, ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് നിങ്ങൾക്ക് PDF ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ ഇമേജാണോ PDF ആക്കേണ്ടത് ആ ഇമേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അത് PDF ആക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ PDF നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് ഇവിടെ കാണാം. PDF കൺവേർട്ടർ എന്ന് പറയുന്ന ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ 2, അതായത് ഇതിൻ്റെ ഗ്രാജുവേറ്റ്, അതായത് മാർക്ക് ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് സൈഡും 2 ഭാഗത്തും നമ്മളെ മാർക്ക് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ 2 ഇത് PDF ആയി അപ്ലോഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം. സോ നിങ്ങൾ ഗൂഗിളിൽ എടുത്തിട്ട് PDF കൺവേർട്ടർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ചൂസ് ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ഗ്രേഡ് ഷീറ്റ്, അതായത് ഗ്രാജുവേറ്റ് മാർക്ക് ഷീറ്റിൻ്റെ ഫോട്ടോസ് 2 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് റീസൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അക്ഷയയിലൊക്കെ പോയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കും അതിൻ്റെ എക്സ്ട്രാ ഫീസ്. അപ്പം നമുക്ക് ഫീസ് വരുന്നത് 6000 രൂപയാണെങ്കിൽ അവർക്കും കൂടി കൂട്ടിയിട്ട് 6300 രൂപയാണ് നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ആ ഒരു 300 രൂപ നമുക്ക് തന്നെ സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തന്നെ ഇത് മൊബൈൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ PG മൊബൈൽ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. അക്ഷയയിൽ അപ്ലൈ ചെയ്യുന്ന അതുപോലെ തന്നെ ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് PDF ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. സോ നിങ്ങൾക്ക് ഏത് സൈറ്റാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നത്, നിങ്ങൾക്ക് ഏറ്റവും അതിൻ്റെ ഇൻ്റർഫേസ് എളുപ്പമായിട്ട് തോന്നുന്ന ഏത് സൈറ്റാണ്, സോ നിങ്ങളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ PDF ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ 2 നമ്മളെ ഗ്രേഡ് ഷീറ്റിൻ്റെ ഗ്രേഡ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് സൈറ്റിൽ വന്നിട്ട് ഇതിലേക്ക് അപ്ലോഡ് സെലക്ട് ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഷീറ്റ് ജസ്റ്റ് മാർക്ക് ഷീറ്റ് എന്ത് ചെയ്യുക ഇവിടേക്ക് അപ്ലോഡ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം സ്റ്റാർട്ട് അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഫോട്ടോയും അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റും, ഈ 4നാണ് നമുക്ക് വേണ്ട രേഖകൾ. അത് മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇത് തെറ്റാതെ നമ്മൾ കറക്റ്റ് ക്ഷമയോടെ കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടു, നമ്മളെ എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ താഴത്തോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു പേജ് വരുന്നുണ്ട്. ഈ ഓപ്ഷൻസും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാറ്റഗറിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ശേഷം നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള പേരിലോട്ട് വരാവുന്നതാണ്. സോ ഞാനിവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകുന്നു. ശേഷം നമുക്ക് ഫൈനൽ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് ചോദിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്ത്, അതായത് എൻ്റർ ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫുൾ റിവ്യൂ ആണ് ഈ കാണുന്നത്. സോ ഇനി ഇതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന മോഡിഫൈ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അതായത് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാവുന്നതാണ്. മോഡിഫൈ ദ സെക്ഷൻസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്തി കൊടുക്കാവുന്നതാണ്. സോ അങ്ങനെ നമ്മൾ ഫൈനലി ലാസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനാണ് ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ഒന്നും കൂടി ഈ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടിയും നമ്മൾ ഫുള്ളായിട്ടൊന്ന് റീഡ് ചെയ്യട്ടോ. ചെയ്ത എൻട്രികളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കറക്റ്റല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ വിലയിരുത്തുക. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് വരുന്ന എമൗണ്ട് 6400 രൂപ. എനിക്ക് വരുന്ന ഫീസ് വരുന്നത് 6400 സോ നിങ്ങൾ ഇതിനൊക്കെ പ്രോഗ്രാം ഫീ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ എമൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഫീ 200 രൂപയും രജിസ്ട്രേഷൻ ഫീ വരുന്നത് 300 രൂപയും. ടോട്ടൽ 6400 രൂപയാണ് എനിക്ക് എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഐ അഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള നല്ല യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് കൂടിയും ചെയ്ത് വെച്ചേക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആഫ്റ്റർ സബ്മിഷൻ നോ ചേഞ്ച്. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ ഇനി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പേയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ സാധിക്കും ഫീഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. 2 ഓപ്ഷൻ ഉണ്ട്, പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 ഉണ്ട്, അതുപോലെ തന്നെ 2 ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കാണിച്ചിരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ട്രാൻസാക്ഷൻ നിങ്ങളിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആവുകയും ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പേയ്മെൻറ്റും കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈ ട്രാൻസാക്ഷൻ എന്ന സൈറ്റിലോട്ട് പോയിട്ട് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 ഓപ്ഷനാണ്. സോ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹെയർ ടു മേക്ക് പേയ്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ക്ലിക്ക് ഹെയർ ടു മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും, ഡാഷ്ബോർഡ്. അപ്പം ഈ ഒരു ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ, പേടിഎം, ATM കാർഡ് വെച്ചിട്ടും നെറ്റ് ബാങ്കിങ് വഴിയും UPI വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് സെൻഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ATM കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ATM കാർഡ് വെച്ചിട്ടാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ട് പേ 6,400 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഗൂഗിൾ പേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് UPI നമ്പർ എൻ്റർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാൻ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ മന്തും എക്സ്പയറി ഡേറ്റും CVV നമ്പറും എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്ത് കാണുന്ന പേ 6,400 റുപ്പീസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതുവരെ നിങ്ങൾ കണ്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തു. അതിനുശേഷം പേ 6,400 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത്. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ടൈം ഓടുന്നത് കാണാൻ സാധിക്കും. 13-14 മിനിറ്റാണ് നമുക്ക് ലഭിക്കുക. ഈ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത സമയത്ത് എൻ്റെ ഒരു OTP ചോദിക്കുന്നുണ്ട്. നമ്മളെ ബാങ്കിൽ നിന്ന് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യം റിസർവ് പേ എന്ന ഭാഗത്തു നിന്നായിരിക്കും ഒരു OTP വരുന്നത്. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാങ്ക് വെരിഫിക്കേഷൻ റിക്വയർഡ് എന്ന് കാണിക്കുന്നുണ്ട്. സോ കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. സോ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കും ഒരു OTP വരുന്നുണ്ട് നമ്മുടെ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന്. ആ ഒരു OTP നിങ്ങളിവിടെ തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം താഴത്ത് കാണുന്ന വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് കംപ്ലീറ്റ് ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ 100% സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഇഗ്നോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അയച്ചു തന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഫീസും കൂടി നമ്മൾ എടുക്കുന്നതായിരിക്കും. അതുവഴി നമുക്ക് നമ്മൾ ഇത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സക്സസ് കാണിക്കുന്നുണ്ട്. കാരണം ഫീ ഇല്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇത്ര ഒരു 30 മിനിറ്റോളം നമ്മൾ ഇത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം എടുക്കുന്നുണ്ട്. കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഫില്ലായി കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അപ്പം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ സോ ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും. ചെറിയൊരു ഫീസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. അപ്ലിക്കേഷൻ ഫോമും പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ ഈ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഏതെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന കടയിൽ പോയിട്ട് നമുക്കിത് പ്രിൻ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, പ്രിൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ഇതാണ് രജിസ്ട്രേഷൻ ഫീസ് അപ്ലൈ ചെയ്തിട്ടുണ്ടതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ജസ്റ്റ് ഇതൊന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണുന്നത്. അതിന് താഴത്തായിട്ട് നമ്മുടെ സിഗ്നേച്ചറും വന്നിട്ടുണ്ട്. ഓക്കെ,
നെയിമും സിഗ്നേച്ചറും എൻറോൾമെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ തന്നെ വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്ത് ചിലപ്പോൾ റിപ്ലൈ കിട്ടിക്കോളാം എന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ മീൻസ് ഇഗ്നോപരമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലൊക്കെ അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ബാക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ലഭിക്കുവാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ഇട്ട് വെച്ചേക്കുക. പിന്നെ നമുക്ക് ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ watching.